അനാട്ടമിയിൽ നമ്മൾ കോംപ്ലക്സ് ടിഷ്യൂസാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കോംപ്ലക്സ് ടിഷ്യൂവിൽ ഫോക്കസ് ഏരിയയിൽ നമ്മൾ കോംപ്ലക്സ് ടിഷ്യൂവിൽ സൈലം എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പഠിക്കേണ്ടത് ഫ്ലോയമാണ്. ഓർക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോയം ഒരു കോംപ്ലക്സ് ടിഷ്യൂ ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ് കോംപ്ലക്സ് ടിഷ്യൂ എന്നുള്ളത് ഓർക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലിമെൻറ്റ്സ്. അപ്പോൾ ഫ്ലോയവും അത് തന്നെയാണ്. ഫ്ലോയം. ഇനി ഫ്ലോയത്തിൻ്റെ ഫങ്ഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. കാര്യം ഫ്ലോയത്തിൻ്റെ ഘടന അതിൻ്റെ ഫങ്ഷന് ആനുപാതികമായിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഫ്ലോയത്തിൻ്റെ ഫങ്ഷൻ ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ഫ്രം leaves to other parts of the plant body. ഓർക്കുക, അപ്പോൾ ഒരു ഇലയിലാണ്, നമുക്കറിയാം ഇലയിലാണ് ഫോട്ടോസിന്തസിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ആ ഫുഡ് പ്ലാന്റിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക്, അത് മുകളിലേക്കും ആകാം താഴേക്കും, അപ്പോൾ അപ്വേർഡ് കണ്ടക്ഷനുമാകാം ഡൗൺവേർഡ് കണ്ടക്ഷനുമാകാം. എന്നാൽ സൈലം നമ്മൾ പറഞ്ഞു അത് അപ്വേർഡ് കണ്ടക്ഷനാണ്. കാര്യം റൂട്ടിൽ നിന്ന് ലീഫിലേക്കുള്ള വാട്ടർ ആൻഡ് മിനറൽസിൻ്റെ കണ്ടക്ഷനാണ് സൈലത്തിലൂടെ നടക്കുക. എന്നാൽ ഫ്ലോയത്തിലൂടെയാണെങ്കിൽ അപ്വേർഡ് കണ്ടക്ഷനും നടക്കും ഡൗൺവേർഡ് കണ്ടക്ഷനും നടക്കും. കാരണം അവിടെ ലീഫിലാണ് ആഹാരം നിർമ്മിക്കപ്പെടുക. അപ്പോൾ ലീഫിന് മുകളിലേക്കും കണ്ടക്ഷൻ നടക്കണം, അതേപോലെ ലീഫിന് താഴേക്കും കണ്ടക്ഷൻ നടക്കണം. അപ്പോൾ ഈ കണ്ടക്ഷൻ നടക്കത്തക്ക രീതിയിലുള്ള ഘടനയാണ് ഫ്ലോയത്തിനുള്ളത്. കാര്യം ഫ്ലോയൻ ട്യൂബ്സ് ആണ്. അപ്പോൾ ആ ട്യൂബിലൂടെയാണ് ഈ പ്രിപ്പയർഡ് ഫുഡിൻ്റെ കണ്ടക്ഷൻ നടക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഘടനയിലേക്ക് വരാം. ഫ്ലോയം സ്ട്രക്ചർ ഓഫ് ദ ഫ്ലോയം. നമ്മൾ ആദ്യമേ പറഞ്ഞു ഫ്ലോയം കോംപ്ലക്സ് ടിഷ്യൂ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലിമെൻറ്റ്സ്. അപ്പോൾ ഫ്ലോയം എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫ്ലോയം എലിമെൻറ്റ്സ് ഓർക്കുക. ഒന്ന്, സീബ് ട്യൂബ് എലിമെൻറ്റ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീബ് ട്യൂബ് എലിമെൻറ്റ്സ്. രണ്ട്, കമ്പാനിയൻ സെൽസ്, കമ്പാനിയൻ സെൽസ്. മൂന്ന്, ഫ്ലോയം പാരൻകൈമ. ഓക്കെ. ഇനി നാലാമത്തത് ഫ്ലോയം ഫൈബേഴ്സ്. ഫ്ലോയം ഫൈബേഴ്സിനെ ബാസ്റ്റ് ഫൈബേഴ്സ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഓർക്കുക, ഇതാണ് ഫ്ലോയം എലിമെൻറ്റ്സ്. സീബ് ട്യൂബ് എലിമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബേഴ്സ്. അപ്പോൾ നമ്മൾ അനാട്ടമി ശരിക്കും നമ്മൾ പഠിക്കുന്നത് ആൻജിയോസ്പേം ആണ്. ആൻജിയോസ്പേം അനാട്ടമിയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ആൻജിയോസ്പേമിലാണ് നമ്മൾ ഇത് കാണപ്പെടുക, സീബ് ട്യൂബ് എലിമെൻറ്റ്സും കമ്പാനിയൻ. എന്നാൽ നമ്മൾ ജിംനോസ്പേമിലേക്ക് വരികയാണെങ്കിൽ, അതിപ്പോൾ ഒന്ന് പറയുന്നതേ ഉള്ളൂ. ജിംനോസ്പേമിലാണെങ്കിൽ ഓർക്കണം, ആൻജിയോസ്പേമിലല്ല, ജിംനോസ്പേംസ് എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പേമിൻ്റെ തൊട്ട് താഴെയുള്ള ഗ്രൂപ്പാണ്. ഇത് ആൻജിയോസ്പേംസ് എന്നല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ അനാട്ടമിയാണ് പഠിക്കുന്നത്, അതിലിത് തന്നെയാണ്. എന്നാൽ ജിംനോസ്പേമിലാണെങ്കിൽ സീബ് ട്യൂബ് എലിമെൻറ്റ്സിന് പകരം മറ്റൊരു ട്യൂബാണ്, അതിനെ സീബ് സെൽസ് എന്നാണ് പറയുക. അതേപോലെ കമ്പാനിയൻ സെൽസിന് പകരം അവിടെ അൽബുമിനസ് സെൽസ് എന്നാണ് പറയുക. അൽബുമിനസ് ഓർക്കുക, അൽബുമിനസ് സെൽസ്, അതൊന്ന് ഓർത്തിരുന്നാൽ മതിയാകും. ഇപ്പം ജിംനോസ്പേമിലാണെങ്കിൽ സീബ് ട്യൂബ് എലിമെൻറ്റ്സിന് പകരം സീബ് സെൽസാണ് ഫ്ലോയത്തിൽ. അതേപോലെ കമ്പാനിയൻ സെൽസിന് പകരം മറ്റൊരു സെല്ലാണ്, അത് അൽബുമിനസ് സെൽസാണ്. അപ്പോൾ ഇനി നമ്മൾ ഓരോന്നും പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, സീബ് ട്യൂബ് എലിമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബേഴ്സ് ഓർക്കുക. അപ്പോൾ ഒന്നാമത്തേതാണ് സീബ് ട്യൂബ് എലിമെൻറ്റ്സ്. ഒന്നാമത്തെ ഫ്ലോയം എലിമെൻ്റ് ആണ് സീബ് ട്യൂബ് എലിമെൻറ്റ്സ്. ഓക്കെ, എന്താണ് സീബ് ട്യൂബ് എലിമെൻറ്റ്സ്? വേറൊന്നുമല്ല, ലോങ് ട്യൂബ് തന്നെയാണ്. നീളം കൂടിയ നമ്മൾ സൈലം വെസൽ പറഞ്ഞ അതേപോലെ തന്നെ ലോങ് ട്യൂബാണ്. ഈ ഓരോ ട്യൂബും നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നീളമുള്ള സെല്ലുകൾ, ഇതൊരു സെല്ലാണ്, ഇത് അടുത്ത ഒരു സെല്ലാണ്. അപ്പം നീളം കൂടിയ അല്ലെങ്കിൽ എലോങ്ങേറ്റഡ് ട്യൂബുലാർ സെൽസാണ്.
അപ്പോൾ ഈ ഒരു സെല്ലിൻ്റെ പുറത്ത് ഈ ഒരു സെല്ല്, അപ്പോൾ ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്. ഒരു സെല്ലിന് മുകളിൽ മറ്റൊരു സെല്ല് എന്ന ക്രമത്തിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന ലോങ് ട്യൂബാണ് സീവ് ട്യൂബ് എലിമെൻറ്റ്. അപ്പോൾ ഈ സെല്ലിൻ്റെ ഈ ഭിത്തിയും ഈ സെല്ലിൻ്റെ ഈ ഭിത്തിയും തമ്മിൽ ഇവിടെ ചേരും. അപ്പോൾ ഇതിനെ നമുക്ക് സീവ് പ്ലേറ്റ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? സീവ് പ്ലേറ്റ്. SIEV, സീവ് പ്ലേറ്റ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ കണ്ടക്ഷൻ നടക്കണമെങ്കിൽ ഈ സീവ് പ്ലേറ്റിൽ ഓപ്പണിങ്സ് ഉണ്ടാകണം, അല്ലെങ്കിൽ സീവ് പ്ലേറ്റ്സ് ആർ പെർഫറേറ്റഡ്. പെർഫറേറ്റഡ് മീൻസ് സുഷിരങ്ങൾ. അപ്പോൾ ഇത് പെർഫറേറ്റഡ് പ്ലേറ്റ് ആണ്, അതിനെ വിളിക്കുന്ന പേരാണ് സീവ് പ്ലേറ്റ്. ഓർക്കുക. അപ്പോൾ സീവ് ട്യൂബ് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ട്യൂബ് ലൈക്ക് സെൽസ് ആണ്. ലോങ് ട്യൂബ് ലൈക്ക് സെൽസ്. ഓർക്കുക, ലോങ് ട്യൂബ് ലൈക്ക് സെൽസ് ആണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ലോങ് ട്യൂബ് ലൈക്ക് സെൽസ് ആണ്. ഇനി ഞാൻ പറഞ്ഞു ദെയർ എൻഡ് വാൾസ് അല്ലെങ്കിൽ ക്രോസ് വാൾസ് ആണ്. ഇപ്പോൾ ഈ സെല്ലിൻ്റെയും ഈ സെല്ലിൻ്റെയും എൻഡ് വാളാണ്. ആ എൻഡ് വാൾ ഇവിടെ ചേരുകയാണ്. ആ എൻഡ് വാളിൽ എന്തുണ്ടാകും? സുഷിരങ്ങൾ ഉണ്ടാകും. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, ദെയർ എൻഡ് വാൾസ് ആർ പെർഫറേറ്റഡ്. പെർഫറേറ്റഡ് മീൻസ് മേക്ക് ഹോൾ. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സീവ് പ്ലേറ്റ്. ഓർക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ്, ദേ കണ്ടെയ്ൻ. നോക്കുക, ഇതിനകത്ത് പെരിഫറൽ സൈറ്റോപ്ലാസമാണ്. ഇവിടെ പെരിഫറൽ സൈറ്റോപ്ലാസമാണ് വിത്തൗട്ട് ന്യൂക്ലിയസ്. മെച്യൂർ ആകുമ്പോഴത്തേക്ക് ബിഗിനിങ്ങിൽ ന്യൂക്ലിയസ് ഉണ്ടാകാം, മെച്യൂർ ആകുമ്പോഴത്തേക്ക് ന്യൂക്ലിയസ് ഇല്ലാതായി ഇവിടെ ലൂമൻ ഉണ്ടാകും. പെരിഫറൽ സൈറ്റോപ്ലാസമാണ്. ദേ കണ്ടെയ്ൻ പെരിഫറൽ വശങ്ങളിൽ, പെരിഫറൽ സൈറ്റോപ്ലാസം ആൻഡ് ലാർജ് സെൻട്രൽ വാക്യൂൾ. വാക്യൂൾ എന്ന് വെച്ചാൽ ക്യാവിറ്റി എന്നാണ്. വിത്തൗട്ട് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. നമുക്ക് ഡയഗ്രമാറ്റിങ്ങൾ ടെസ്റ്റ് കിടക്കുന്ന ഡയഗ്രാം ഇതാണ്, ശ്രദ്ധിക്കാം. ഇതാണ് സീവ് ട്യൂബ്. ഓർക്കുക, ഇതാണ് സീവ് ട്യൂബ് എലിമെൻറ്റ്സ്. സീവ് ട്യൂബ് എലിമെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയ ഇത് കണ്ടക്ഷൻ നടക്കുകയാണ്. ഇത് നമ്മൾ ഫുഡിൻ്റെ കണ്ടക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സെൻട്രലിലൂടെ. അപ്പോൾ ഇതാണ് പെരിഫറൽ സൈറ്റോപ്ലാസം. ഇത് പെരിഫറൽ സൈറ്റോപ്ലാസമാണ്. പെരിഫറൽ സൈറ്റോപ്ലാസം. അപ്പോൾ അതിനകത്ത് ന്യൂക്ലിയസ് ഇപ്പോൾ ആബ്സെൻ്റ് ആണ്. ഇത് കണ്ടക്ഷൻ നടക്കുകയാണ്. ഇതാണ് പെർഫറേഷൻ പ്ലേറ്റ്. പെർഫറേഷൻ പ്ലേറ്റ് എന്നോ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന ബേസ് കാൾഡ് സീവ് പ്ലേറ്റ്. ആ പെർഫറേഷൻ പ്ലേറ്റിനെ വിളിക്കുന്നത് സീവ് എന്താണ്? ഇതാണ് ഓപ്പണിങ്. ഈ ഓപ്പണിങ് ഇവിടെ ഓപ്പണിങ് ഉണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ ഓപ്പണിങ്ങിലൂടെ കണ്ടക്ഷൻ നടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ അടുത്ത് ഇതൊരു സീവ് ട്യൂബ്, ഇതടുത്ത സീവ് ട്യൂബ്. ഓർക്കുക. അപ്പം ഇത് സെൻട്രൽ വാക്യൂളാണിത്. ഈ അറയിലൂടെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്ന കണ്ടക്ഷനാണ്. അപ്പോൾ ഇത് പെരിഫറൽ സൈറ്റോപ്ലാസമാണ്. മെച്യൂർ ആകുമ്പോഴത്തേക്ക് ന്യൂക്ലിയസ് ഇല്ലാതാകും. അപ്പം നമ്മൾ സീവ് ട്യൂബ് എലിമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഓർക്കുക. അപ്പം മെയിൻ ഫ്ലോയം എലിമെൻറ്റ് എന്ന് പറഞ്ഞ് സീവ് ട്യൂബ് എലിമെൻ്റാണ്. ഫ്ലോയത്തിലെ മെയിൻ എലിമെൻറ്റ്. ഇതിലൂടെയാണ് എന്ത് നടക്കുക? കണ്ടക്ഷൻ ഓഫ് പ്രിപ്പയർഡ് ഫുഡ്. ഇനി രണ്ടാമത്തത് കമ്പാനിയൻ സെൽസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർക്കുക, സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് കമ്പാനിയൻ സെൽസ്? രണ്ടാമത്തത് കമ്പാനിയൻ സെൽസ്. രണ്ടാമത്തെ ഫ്ലോയം എലിമെൻ്റാണ് കമ്പാനിയൻ സെൽസ്. ഓർക്കുക, കമ്പാനിയൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? കൂട്ടുകാരൻ എന്നാണ്. അപ്പോൾ ഒരാളെ നമ്മൾ കൂട്ടുകാരൻ എന്ന് വിളിക്കുമ്പോൾ അയാൾക്ക് നമ്മളെ സ്വാധീനമുണ്ടാകണം. അയാൾക്ക് നമ്മളെ സ്വാധീനമുണ്ടെങ്കിൽ നമ്മൾ അയാളെ കമ്പാനിയൻ എന്ന് പറയും. അതിനാണല്ലോ സ്വാഭാവികമായിട്ട് നല്ല കൂട്ടുകെട്ടുള്ള ആൾക്കാരുമായി ചങ്ങാത്തം കൂടുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ നല്ലവരാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നല്ലതായി മാറുമെന്നാണ്. അപ്പോൾ അതേപോലെ ഇത് നോക്കുക, ഇത് ഞാൻ പറഞ്ഞ സീവ് ട്യൂബ്. അപ്പോൾ ആ സീവ് ട്യൂബിനോട് ചേർന്നുള്ള ഇതാണ് ലാർജ് പാരങ്കൈമ സെൽ. ഇതാണ് ഈ ലാർജ് പാരങ്കൈമ സെല്ലിനെയാണ് കമ്പാനിയൻ സെൽ എന്ന് വിളിക്കുക. ഓർക്കണം. അപ്പോൾ ഇതിനെ കമ്പാനിയൻ സെൽ എന്ന് വിളിക്കാൻ കാരണം ഈ രണ്ട് സെല്ലുകളും ഒരേ മാതൃകോശത്തിൽ നിന്നും അല്ലെങ്കിൽ മദർ സെല്ലിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ സീവ് ട്യൂബിൻ്റെ കണ്ടക്റ്റീവ് ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കമ്പാനിയൻ സെൽസിനുണ്ടാകും.
അപ്പോൾ കമ്പാനിയൻ സെൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം സ്പെഷ്യലൈസ്ഡ് പാരങ്കൈമ സെൽസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് സീവ് ട്യൂബ് എലിമെൻറ്റ്സ്. സ്പെഷ്യലൈസ്ഡ് പാരങ്കൈമ സെൽ എന്ന് പറയാൻ കാരണം ഇവിടെ വേറെ പാരങ്കൈമയുണ്ട്. ഓർക്കണം, ഫ്ലോയം ഇത് കമ്പാനിയൻ സെല്ലാണ്, ഇതും പാരങ്കൈമയാണ്, ഇത് ഫ്ലോയം പാരങ്കൈമ തന്നെയാണ്. ഇതും പാരങ്കൈമ തന്നെയാണ്, പക്ഷേ അത് ലോങ് ആണ്, സ്പെഷ്യലൈസ്ഡ് ആണ്. കാരണം ഈ സീവ് ട്യൂബും ഇതും ഒരേ കോശത്തിൽ നിന്നും ഉണ്ടാകുന്നത്. അതിന് വേണേൽ സിസ്റ്റർ സെൽസ് എന്ന് വേണേൽ പറയാം. അപ്പോൾ കമ്പാനിയൻ സെൽസ് എന്ന് പറഞ്ഞാൽ ലോങ് പാരങ്കൈമ സെൽസ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് പാരങ്കൈമ സെൽസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് സീവ് എലിമെൻ്റ് എന്ന് പറയാം. അപ്പോൾ എന്താണ് കമ്പാനിയൻ സെൽസ്? സ്പെഷ്യലൈസ്ഡ് പാരങ്കൈമ സെൽസ്, സ്പെഷ്യലൈസ്ഡ്, ഓർക്കണം, സ്പെഷ്യലൈസ്ഡ് പാരങ്കൈമ സെൽസ്, സ്പെഷ്യലൈസ്ഡ് പാരങ്കൈമ സെൽസ് സീൻ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് അല്ലെങ്കിൽ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് സീവ് ട്യൂബ് എലിമെൻറ്റ്സ്. അപ്പോൾ സീവ് ട്യൂബ് എലിമെൻറ്റ്സുമായിട്ട് വളരെ ക്ലോസ് ആയി കാണപ്പെടുന്നതാണ്. ഇനി ഇവ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുക ഓർക്കുക. ഇത് കമ്പാനിയൻ സെല്ലാണെങ്കിൽ ഇത് അറിയാം, ഇത് സീവ് ട്യൂബ് എലിമെൻ്റാണ്. അപ്പോൾ ഇത് രണ്ടിനെയും വേർതിരിക്കുന്ന ഭിത്തി എന്ന് പറഞ്ഞാൽ ഇതാണ് ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ വാൾ. ഈ ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ വാളിൽ പിറ്റ്സ് ഉണ്ടാകും. പിറ്റ്സ് മീൻസ് ഓപ്പണിങ്. അപ്പോൾ ഈ പിറ്റിലൂടെയാണ് ഇവ തമ്മിൽ കണക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇവ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ വാളിൽ അതിനകത്ത് പിറ്റ്സ് ഉണ്ടാകും. പിറ്റ് മീൻസ് ഓപ്പണിങ്സ്. ആ ഓപ്പണിങ്, പിറ്റ് ഫീൽഡ് എന്നൊക്കെ പറയാം. ആ ഓപ്പണിങ്ങിലൂടെയാണ് ഇവ തമ്മിൽ കണക്ഷൻ ഉണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഓർക്കുക. ദേ കണക്റ്റ് വിത്ത് സീവ് ട്യൂബ്. കമ്പാനിയൻ സെൽസ് കണക്റ്റ് സീവ് ട്യൂബ് എലിമെൻറ്റ്സ് ബൈ പിറ്റ് ഫീൽഡ്സ്. പിറ്റ് എന്ന് വെച്ചാൽ ഓപ്പണിംഗ് എന്നാണ്. പിറ്റ് ഫീൽഡ്സ്, കുറേ ഓപ്പണിംഗ് ഉള്ളത് കൊണ്ടാണ് പിറ്റ് ഫീൽഡ്സ് എന്ന് പറയുക. അതെവിടെയാണ് കാണപ്പെടുക? പ്രസൻറ്റ് ബിറ്റ്വീൻ ദെയർ കോമൺ ലോഞ്ചിറ്റ്യൂഡിനൽ വാൾസ്. കോമൺ ലോഞ്ചിറ്റ്യൂഡിനൽ വാൾസ് നമ്മളതിനകത്ത് കണ്ടു കഴിഞ്ഞു. ഈ കോമൺ ലോഞ്ചിറ്റ്യൂഡിനൽ വാൾസിലൂടെയാണ് ഇത് പോകുന്നത്. ഇതാണ് കോമൺ. അപ്പം ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വാളിലൂടെ പ്രൈമറി പിറ്റ് ഫീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പണിങ്സ് ഉണ്ട്. അതിലൂടെ ഇവ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു സീവ് ട്യൂബ് എന്ന് പറഞ്ഞാൽ അത് മെച്യൂർ ആകുമ്പോൾ അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഈ സീവ് ട്യൂബിൻ്റെ ആ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്നത് ഈ കമ്പാനിയൻ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ഇതാണ് ന്യൂക്ലിയസ്. അപ്പോൾ കമ്പാനിയൻ സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആണ് ഇവിടെ ഈ സീവ് ട്യൂബ് എലിമെൻറ്റിൻ്റെ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ്, ദ ഫങ്ഷൻസ് ഓഫ് സീവ് ട്യൂബ്സ്, the functions of sieve tubes ഓർക്കണം are controlled by the nucleus of companion cells. ഓർക്കുക. അപ്പോൾ ഈ സീവ് ട്യൂബിൻ്റെ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്നത് ഈ കമ്പാനിയൻ സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആയിരിക്കും. ഇനി അതേപോലെ തന്നെ കമ്പാനിയൻ സെല്ല്, നിങ്ങൾക്കറിയാം സീവ് ട്യൂബിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ഓഫ് ഫുഡാണ്. അപ്പോൾ അതിൽ ആ കമ്പാനിയൻ സെൽസ് ആൾസോ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് പ്രഷർ ഗ്രേഡിയൻ്റ് ഇൻ ദ സീവ് ട്യൂബ്. ഈ സീവ് ട്യൂബിൻ്റെ അകത്തുള്ള പ്രഷർ മർദ്ദ വ്യത്യാസത്തെ അതിനെയും കൺട്രോൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ മർദ്ദത്തെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? സീവ് ട്യൂബിനുണ്ട്. അപ്പോൾ ഓർക്കുക, നാലാമത്തെ പോയിന്റ്, ദ കമ്പാനിയൻ സെൽസ് ഹെൽപ്പ് ഇൻ മെയിൻറ്റൈനിങ്, നിലനിർത്തുക, മെയിൻറ്റൈനിങ് ദ പ്രഷർ ഗ്രേഡിയൻറ്റ്, മർദ്ദ വ്യത്യാസം, പ്രഷർ ഗ്രേഡിയൻറ്റ് ഇൻ ദ സീവ് ട്യൂബ്സ്. ഓർക്കുക, സീവ് ട്യൂബ്സിലെ പ്രഷർ ഗ്രേഡിയൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കമ്പാനിയൻ സെൽസ് സഹായിക്കും. അപ്പോൾ ഓർക്കണം, ഇതാണ് കമ്പാനിയൻ സെൽ. കമ്പാനിയൻ സെൽ സീവ് ട്യൂബിനോട് ചേർന്ന് കാണുന്ന
പാരങ്കൈമ സെല്ലാണ്. ഇനി ഇവ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെന്ന് വെച്ചാൽ ഈ ലാറ്ററൽ ലോഞ്ചിറ്റ്യൂണൽ വാളിലെ പിറ്റ് ഫീൽഡിലൂടെയാണ്. ഇനി ഇതിൻ്റെ കൺട്രോൾ, ഇതിന് ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ കമ്പാനിയൻ സെൽസിൻ്റെ ന്യൂക്ലിയസ് ആണ്. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള പ്രഷർ ഗ്രേഡിയൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ കമ്പാനിയൻ സെല്ല് സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് കമ്പാനിയൻ സെൽസ്. അപ്പം നമ്മൾ രണ്ടാമത്തെ ഫ്ലോയം എലിമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു, അത് കമ്പാനിയൻ സെല്ലാണ്. ഇനി മൂന്നാമത്തെ ഫ്ലോയം എലിമെൻറ്റ് ഓർക്കുക, മൂന്നാമത്തെ ഫ്ലോയം എലിമെൻ്റാണ് ഫ്ലോയം പാരൻകൈമ. ഓർക്കണം, ഫ്ലോയം പാരൻകൈമ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു കമ്പാനിയൻ സെൽസ് സീബ് ട്യൂബ്. ഓർക്കണം, സീബ് ട്യൂബ് എലിമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബേഴ്സ്. ഓർക്കേണ്ടത് ഇത് മൂന്നും ഏതൊക്കെയാണെന്ന് നോക്കിയേ. സീബ് ട്യൂബ് എലിമെൻറ്റ്, കമ്പാനിയൻ സെല്ല്, ഫ്ലോയം പാരൻകൈമ, ഇത് മൂന്നും ലിവിങ് ആണ്. ലിവിങ് മീൻസ് വിത്ത് പ്രോട്ടോപ്ലാസ്റ്റ് എന്നാണ്. ഇതിനകത്ത് പ്രോട്ടോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ സെല്ലുകൾ ലിവിങ് എന്ന് പറയാം. എന്നാൽ ഫ്ലോയം ഫൈബേഴ്സ് അല്ലെങ്കിൽ ബാസ്റ്റ് ഫൈബേഴ്സ് മാത്രം നോൺ ലിവിങ് ആണ്. കാരണം അതിനകത്തുള്ള സെല്ലുകളിൽ പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് മൂന്നും ലിവിങ് ആണ്, ഇത് നോൺ ലിവിങ് ആണ്, ഓർക്കണം. അപ്പോൾ അതേപോലെ ഫ്ലോയം പാരൻകൈമ എന്ന് പറഞ്ഞാൽ ലിവിങ് ആണ്. ഇതാണ് ഫ്ലോയം പാരൻകൈമ, ഓർക്കുക. ഇത് കമ്പാനിയൻ സെല്ലാണ്. അതോടൊപ്പം തന്നെ ഫ്ലോയത്തിൽ കാണപ്പെടുന്നത് ഇത് ഫ്ലോയം പാരൻകൈമയാണ്. ഫ്ലോയം പാരൻകൈമ. അപ്പോൾ ഈ ഫ്ലോയം പാരൻകൈമ എന്ന് പറഞ്ഞതും ട്യൂബുലാർ സെൽസ് തന്നെയാണ്. പക്ഷേ അവ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സെൽസ് ആണ്. പക്ഷേ അവയ്ക്ക് പോയിൻറ്റഡ് എൻഡ്സ് ഉണ്ട്. പോയിൻറ്റഡ് എൻഡ്സാണ്. ലോങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് പാരൻകൈമ ആണെങ്കിൽ തന്നെ ഇവയുടെ എൻഡുകൾ പോയിൻറ്റഡ് ആണ്. അപ്പോൾ ഫ്ലോയം പാരൻകൈമ എന്ന് പറഞ്ഞാൽ എലോങ്ങേറ്റഡ് ടേപ്പറിങ് മീൻസ് പോയിൻറ്റഡ്, ടേപ്പറിങ്. സിലിണ്ടറിക്കൽ സെൽസ് ആണ്. സിലിണ്ടർ എന്ന് വെച്ചാൽ ഉരുണ്ടിരിക്കുന്ന, സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ ട്യൂബ് പോലെ ഇരിക്കുന്ന സിലിണ്ടറിക്കൽ സെൽസ് ആണ്. ഇനി അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു വിത്ത് ഡെൻസ് മീൻസ് റിച്ച്, ഡെൻസ് സൈറ്റോപ്ലാസം വിത്ത് ന്യൂക്ലിയസ് ആൻഡ് അല്ലെങ്കിൽ വിത്ത് ന്യൂക്ലിയസ്. അപ്പോൾ ഇതിനകത്ത് ന്യൂക്ലിയസുമുണ്ട് സൈറ്റോപ്ലാസവുമുണ്ട്. അപ്പോൾ അത് ലിവിങ് ആണ്. ഇനി ഇതിൻ്റെ സെൽ വാൾ എടുക്കുകയാണെങ്കിൽ ഓർക്കുക, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, എലോങ്ങേറ്റഡ് ടേപ്പറിങ് സിലിണ്ടറിക്കൽ സെൽസ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം വിത്ത് ന്യൂക്ലിയസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റാണ് സെൽ വാൾ. ഇതിൻ്റെ സെൽ വാൾ എന്ന് പറഞ്ഞാൽ മേഡപ്പ് ഓഫ് സെല്ലുലോസ് ആണ്. ഇപ്പം നോർമൽ സെൽ വാൾ മെറ്റീരിയലാണ്. സെൽ വാൾ ഈസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെല്ലുലോസ് ആണ് നോർമൽ സെൽ വാൾ മെറ്റീരിയൽ. ഇനി അത് മാത്രമല്ല, ഇതിന് പിറ്റ്സ് ഉണ്ട്. ഈ സെൽ വാളിൽ ഓപ്പണിങ്സ് ഉണ്ട്, സുഷിരമുണ്ട്. അപ്പോൾ ഇതിൽ സെൽ വാളിൽ ഓപ്പണിംഗ് ഉള്ളത്, അപ്പോൾ ഇതൊരു പാരൻകൈമ, ഇതൊരു അപ്പോൾ ഇതിൻ്റെ സെൽ വാളിൽ ഓപ്പണിംഗ് ഉള്ളത് കൊണ്ട് ഈ രണ്ട് സെല്ലുകളിലെയും സൈറ്റോപ്ലാസം തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തും. അല്ലെങ്കിൽ ഈ പിറ്റിനകത്ത് ഒരു സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ് ഉണ്ടാകും. ആ സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ് അല്ലെങ്കിൽ ആ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ, ആ കണക്ഷനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ. ഓർക്കുക, ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഒരു സെൽ വാള് നോക്കുക, ഇത് അടുത്ത സെൽ വാള്. ഓർക്കണം, ഇത് രണ്ട് സെല്ലാണെങ്കിൽ ഇതിപ്പോൾ സെല്ലാണ്, ഇതിലെ സൈറ്റോപ്ലാസമാണിത്, ഇതിലെ സൈറ്റോപ്ലാസമാണിത്. അപ്പോൾ ഈ സെല്ലിൽ ഇങ്ങനെ ഒരു പിറ്റ് ഉണ്ടെങ്കിൽ ഓർക്കണം, ഇത് പിറ്റാണെങ്കിൽ ഈ സൈറ്റോപ്ലാസം ഇങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും. ഓർക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അപ്പോൾ ഇതൊരു തടാകം, ഇതൊരു തടാകം, അതിൻ്റെ ഇടയ്ക്ക് ഒരു കനാൽ ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് തടാകങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ കനാലാണ്. അതേപോലെ ഇത് സൈറ്റോപ്ലാസം സെല്ലിൽ, ഇത് സൈറ്റോപ്ലാസം, ഇവിടെ ഒരു സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ. അപ്പോൾ ആ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ പിറ്റിലാകുമ്പോൾ ഒരു സ്ട്രാൻഡ് പോലെ കാണപ്പെടും. ഈ സൈറ്റോപ്ലാസ്മിക് കണക്ഷനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡെസ്മ. ഒരെണ്ണമാണെങ്കിൽ പ്ലാസ്മോഡെസ്മയാണ്, DESMA, പ്ലാസ്മോഡെസ്മ. ഒന്നിലധികമുണ്ടെങ്കിൽ പ്ലാസ്മോഡെസ്മേറ്റ. അപ്പോൾ ഈ സൈറ്റോപ്ലാസ്മിക് കണക്ഷനെയാണ്, ഇതിലൂടെയാണ് ആ കണക്ഷൻ ഉണ്ടാകുന്നത്, പിറ്റിലൂടെയാണ്. അപ്പോൾ ഇവ തമ്മിലുണ്ടാകും. അപ്പോൾ ഈ ഫ്ലോയം പാരൻകൈമ സെല്ലുകളിലെ സെൽ വാളിൽ പിറ്റുണ്ട്, ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിലൂടെ പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻസ് ഉണ്ട്, എന്ന് വെച്ചാൽ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതാണ്, സെൽ വാൾ ഈസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ്. അത് മാത്രമല്ല, ആൻഡ് ഹാസ് പിറ്റ്സ് എന്ന് വെച്ചാൽ ഓപ്പണിങ്സ് എന്നാണ്.
അത് മാത്രമല്ല ഇതിനകത്ത് ഓപ്പണിങ്സും ഉണ്ടാകും. ആ ഓപ്പണിങ്ങിലൂടെ എന്താ നടക്കുക? ത്രൂ വിച്ച് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻസ്, ഓർക്കണം സൈറ്റോപ്ലാസ്മിക് കണക്ഷനാണ് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ സെൽസ്. അപ്പോൾ ഈ സെല്ലുകൾക്കിടയിലായിട്ട് ഈ പ്ലാസ്മോഡെസ്മൽ കണക്ഷൻസ് ഉണ്ടാകും. ഓക്കെ, ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫ്ലോയം പാരങ്കൈമയുടെ ഫങ്ഷൻ എന്താണ്? ദേ സ്റ്റോർ ഫുഡ്. ഫ്ലോയം പാരങ്കൈമ ഫുഡ് സ്റ്റോർ ചെയ്യും. ഓർക്കുക. അപ്പം മൂന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, ദേ സ്റ്റോർ ഫുഡ്. ഇനി അത് മാത്രമല്ല, ആൻഡ് ആൾസോ സ്റ്റോർ റെസിൻസ്, കേട്ടിട്ടുണ്ടാകും. ആൻഡ് ആൾസോ സ്റ്റോർ അതർ സബ്സ്റ്റൻസസ് ലൈക്ക് റെസിൻ. നമ്മൾ റെസിൻ എന്ന് കേട്ടിട്ട്, ടെർപ്പൻറ്റൈൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് പൈനസ് പ്ലാന്റിനകത്തുള്ള ഒരു റെസിനസ് പ്രോഡക്റ്റാണ്. റെസിൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദാർത്ഥമാണ് റെസിൻസ്. അതേപോലെ ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടാകും. അത് നമ്മൾ റബ്ബർ ഉണ്ടല്ലോ, നമ്മൾ റബ്ബർ പ്ലാന്റൊക്കെ എല്ലാവർക്കും അറിയാനത്തുള്ള റബ്ബർ എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റക്സ് ആണ്. ഇനി അതേപോലെ തന്നെ മ്യൂസിലേജ് എന്ന് പറഞ്ഞാൽ ഒരു വഴുവഴുത്ത പദാർത്ഥമാണ്. അപ്പോൾ ഇതൊക്കെ പ്ലാന്റ് സെക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇതെല്ലാം ഇത് സ്റ്റോർ ചെയ്യും. അപ്പം ദേ സ്റ്റോർ ഫുഡ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് ലൈക്ക് റെസിൻ, ലാറ്റക്സ്, മ്യൂസിലേജ. ഇതെൻ്റെ ഫങ്ഷനായിട്ട് പറയാം. ഇനി അത് മാത്രമല്ല, ഈ ഫ്ലോയം പാരങ്കൈമ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആബ്സെൻ്റ് ഇൻ മോണോ. അപ്പോൾ നമ്മൾ ആൻജിയോസ്പേം പഠിക്കുമ്പോൾ അതിന് 2 ക്ലാസ് ഉണ്ട്. ഓർക്കുക, ഡൈക്കോട്ട് പ്ലാന്റ്സും ഉണ്ട്, മോണോക്കോട്ട് പ്ലാന്റ്സും ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈക്കോട്ടിലൻസ് ദ്വിബീജപത്ര സസ്യങ്ങളും ഏകബീജപത്ര സസ്യങ്ങളും എന്ന് വെച്ചാൽ ഒരു സീഡ് 2 ഇതളുണ്ടെങ്കിൽ ഡൈക്കോട്ട്, ഒരു ഇതളാണെങ്കിൽ മോണോക്കോട്ട്. അത് നമ്മളന്ന് മോർഫോളജിയിൽ പറഞ്ഞതാണ്. എന്തായാലും ഡൈക്കോട്ട് പ്ലാന്റിലാണ് സാധാരണ ഫ്ലോയം പാരങ്കൈമ കാണാറുള്ളത്. അപ്പോൾ ഫ്ലോയം പാരങ്കൈമ ഫ്ലോയം അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വ്യത്യാസം വരുന്നു. ഫ്ലോയം പാരങ്കൈമ നോർമലി ആബ്സെൻ്റ് ഇൻ മോണോക്കോട്ട് പ്ലാന്റ്സ്, പുല്ലുവർഗ്ഗങ്ങൾ. മോണോക്കോട്ടിൽഡൻസ് അല്ലെങ്കിൽ മോണോക്കോട്ട് പ്ലാന്റ്സ്. മോണോക്കോട്ട് പ്ലാന്റ്സിൽ സാധാരണ ഫ്ലോയം പാരങ്കൈമ ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ 3 എലിമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞു. ഓർക്കുക, സീബ് ട്യൂബ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരങ്കൈമ. ഇനി നാലാമത്തത് ഓർക്കണം, നാലാമത്തതാണ് ഫ്ലോയം ഫൈബേഴ്സ് അല്ലെങ്കിൽ ബാസ്റ്റ് ഫൈബേഴ്സ്. നാലാമത്തെ എലിമെൻ്റാണ് ഫ്ലോയം ഫൈബേഴ്സ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ബാസ്റ്റ് ഫൈബേഴ്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സൈലം ഫൈബേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, ഫൈബേഴ്സ് എന്ന് വെച്ചാൽ എലോങ്ങേറ്റഡ് സ്ക്ലീറൻകൈമ സെൽസ് ആണ്. അപ്പോൾ എലോങ്ങേറ്റഡ് സ്ക്ലീറൻകൈമ, നീളം കൂടിയ എലോങ്ങേറ്റഡ് സ്ക്ലീറൻകൈമ സെൽസ്, നീളം കൂടിയ സ്ക്ലീറൻകൈമ സെൽസാണ് ഫൈബേഴ്സ്. അപ്പോൾ അതിൻ്റെ സെൽവാളും തിക്കണ്ടാണ്, അതിന് നീളം കൂടിയതും കാണപ്പെടാം. ഇനി നമ്മൾ നേരത്തെ അന്നവിടെ പറഞ്ഞ കണക്ക് സൈലം പറഞ്ഞപ്പോൾ നമ്മൾ പ്രൈമറി സൈലവും സെക്കൻഡറി സൈലവും പറഞ്ഞു. പ്രൈമറി സൈലം ഫോംഡ് ഫ്രം പ്രൈമറി മെരിസ്റ്റം പ്രോകാമ്പിയം, സെക്കൻഡറി സൈലം ഫോംഡ് ഫ്രം സെക്കൻഡറി മെരിസ്റ്റം വാസ്കുലാർ കാമ്പിയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അത് ഇവിടെ അങ്ങനെ തന്നെയുണ്ട്. പ്രൈമറി ഫ്ലോയവുമുണ്ട്, സെക്കൻഡറി ഫ്ലോയവുമുണ്ട്. പ്രൈമറി ഫ്ലോയം പ്രോകാമ്പിയത്തിൽ അല്ലെങ്കിൽ പ്രൈമറി മെരിസ്റ്റത്തിൽ നിന്നുണ്ടാകുന്നു. സെക്കൻഡറി ഫ്ലോയം സെക്കൻഡറി മെരിസ്റ്റം അല്ലെങ്കിൽ വാസ്കുലർ കാമ്പിയത്തിൽ നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത്, ഈ ഫ്ലോയം ഫൈബേഴ്സ് പ്രൈമറി ഫ്ലോയത്തിൽ ആബ്സെൻ്റ് ആയിരിക്കും. ആബ്സെൻ്റ് ഇൻ പ്രൈമറി ഫ്ലോയം ഓർക്കുക. അപ്പോൾ പിന്നെ പ്രസൻറ്റ് ഇൻ സെക്കൻഡ്. നോർമലി ഇത് എവിടെയാണ് കാണപ്പെടുക? പ്രസൻറ്റ് ഇൻ സെക്കൻഡറി ഫ്ലോയം ഓർക്കണം. അപ്പോൾ ഇത് പ്രൈമറി ഫ്ലോയത്തിൽ ആബ്സെൻ്റ് ആണ്, പക്ഷേ അത് സെക്കൻഡറി ഫ്ലോയത്തിൽ പ്രസൻറ്റുമാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് മൂന്നാമത്തെ പോയിൻ്റാണിത്. ഫ്ലോയം ഫൈബേഴ്സ് അല്ലെങ്കിൽ ബാസ്റ്റ് ഫൈബേഴ്സ് ഓഫ് ജൂട്ട് കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഓർക്കുക. ഫ്ലോയം ഫൈബേഴ്സ് ഓഫ് ജൂട്ട് എന്ന് വെച്ചാൽ ചണമാണ്. ജൂട്ട്, ഫ്ലാക്സ് ചെറിയ ചണത്തെയാണ് ഫ്ലാക്സ്, രണ്ടും ചേർന്ന് ചണം തന്നെയാണ്. ഫ്ലാക്സ് ചെറിയ ചണമാണ്,
പിന്നെ ഹെമ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും ഹെമ്പ് എന്ന് പറഞ്ഞാൽ കന്നാബിസ് സറ്റൈവ എന്നാണ്. കന്നാബിസ് എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾ ശരിക്കും കന്നാബിസ് എന്ന് കേട്ട് കാണത്തില്ല, പക്ഷേ കഞ്ചാവ് എന്ന് കേട്ടിട്ടുണ്ടാവും. കഞ്ചാവ് എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഹെമ്പ് എന്ന് പറയുക. അപ്പോൾ ഇതിനകത്തൊക്കെ ജൂട്ട്, ഞാൻ പറഞ്ഞല്ലോ ചണം പോലുള്ള നേരിയ നാരുകളാണ്, ഫ്ലോയം ഫൈബേഴ്സ് എന്ന നാരുകളാണ്. അപ്പോൾ ജൂട്ടിൻ്റെയും ഫ്ലാക്സിൻ്റെയും ഹെമ്പിൻ്റെയും ഈ ഫ്ലോയം ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ചരടുകൾ അല്ലെങ്കിൽ ചണമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പം ദീസ് ആർ യൂസ്ഡ് വാണിജ്യപരമായിട്ട്, കൊമേഴ്സ്യലി, ഇത് കൊമേഴ്സ്യലായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഇത് ചണം ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഇതെല്ലാം ചണം തന്നെയാണ്. അപ്പോൾ ഇത് വാണിജ്യപരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ചണമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് വാണിജ്യപരമായിട്ടുള്ള ഗുണങ്ങളാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻസ് ആണ്. ഫ്ലോയം ഫൈബേഴ്സ് ഓഫ് ജൂട്ട്, ഫ്ലാക്സ്. അപ്പോൾ ഈ ജൂട്ട്, ഫ്ലാക്സ്, ഹെമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആ പ്ലാന്റിലെ ഫ്ലോയം ഫൈബേഴ്സാണ് നമ്മൾ ഈ ചരടായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊമേഴ്സ്യൽ അല്ലെങ്കിൽ വാണിജ്യപരമായ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫ്ലോയം ഫൈബേഴ്സ് പറഞ്ഞു, 3 പോയിൻ്റാണ്. ഇനി നമ്മൾ അപ്പോൾ അത് 4 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫ്ലോയം എലിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതൊക്കെയാണ്? സീവ് ട്യൂബ് എലിമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരങ്കൈമ, ഫ്ലോയം ഫൈബേഴ്സ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് തന്നെ ബേസ്ഡ് ഓൺ ഒറിജിൻ, ഉത്ഭവത്തെ ആസ്പദമാക്കിയിട്ട് നമുക്ക് ഓർക്കണം. നമ്മൾ സൈലത്തെ പറഞ്ഞ കണക്ക് ഫ്ലോയത്തെയും പറയാം. ബേസ്ഡ് ഓൺ ഒറിജിൻ ഫ്ലോയം മേ ബി ഓഫ് 2 kinds. ഫ്ലോയം 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? 1 പ്രൈമറി ഫ്ലോയം, 2 സെക്കൻഡറി ഫ്ലോയം. ഓർക്കുക, പ്രൈമറി ഫ്ലോയം ഫോംഡ് ഫ്രം, നമ്മളന്ന് പഠിച്ചതാണ്, ഫോംഡ് ഫ്രം പ്രൈമറി മെരിസ്റ്റം. പ്രൈമറി മെരിസ്റ്റത്തിൻ്റെ പേരാണ്, ഓർക്കുക, പ്രോകാമ്പിയം. ഓർക്കണം, പ്രോകാമ്പിയം. അതേപോലെ സെക്കൻഡറി ഫ്ലോയം എന്ന് പറഞ്ഞാൽ ഫോംഡ് ഫ്രം ഓർക്കുക, സെക്കൻഡറി മെരിസ്റ്റം. സെക്കൻഡറി മെരിസ്റ്റത്തിൻ്റെ പേരാണ് വാസ്കുലർ കാമ്പിയം. ഓർക്കുക. അപ്പോൾ പ്രോകാമ്പിയത്തിൽ നിന്നുണ്ടാകുന്ന പ്രൈമറി ഫ്ലോയം, അതേപോലെ വാസ്കുലർ കാമ്പിയത്തിൽ നിന്നുണ്ടാകുന്ന സെക്കൻഡറി ഫ്ലോയം. ഇനി പ്രൈമറി ഫ്ലോയം നമ്മൾ അവിടെ പഠിച്ച കണക്ക് 2 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടോഫ്ലോയം ആദ്യമുണ്ടാകുന്നത്, അതേപോലെ മെറ്റാഫ്ലോയം രണ്ടാമതുണ്ടാകുന്നത്. അപ്പം ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്. അപ്പം പ്രൈമറി ഫ്ലോയം ഡിവൈഡഡ് ഇൻറ്റു പ്രോട്ടോഫ്ലോയം, മെറ്റാ. അപ്പോൾ ഇവിടെ ഇത് ആബ്സെൻ്റ് ആയിരിക്കും, ഓർക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ ഒറിജിൻ ഫ്ലോയം 2 kinds. പ്രൈമറി ഫ്ലോയം എവിടെ നിന്നാണ് ഉണ്ടാവുക? പ്രൈമറി മെരിസ്റ്റം അല്ലെങ്കിൽ പ്രോകാമ്പിയം. പ്രൈമറി മെരിസ്റ്റമായ പ്രോകാമ്പിയത്തിലുണ്ടാകുന്നതാണ് പ്രൈമറി ഫ്ലോയം. അതിനകത്ത് പ്രോട്ടോഫ്ലോയവും മെറ്റാഫ്ലോയും ഉണ്ടാകാം. എന്നാൽ ഇവിടെയാണ് സെക്കൻഡറി മെരിസ്റ്റം എന്ന് വെച്ചാൽ വാസ്കുലർ കാമ്പിയത്തിൽ നിന്നാണ് സെക്കൻഡറി ഫ്ലോയം. അതിനകത്ത് ഇത് ആബ്സെൻ്റ് ആണ്. ഇനി ഓർക്കുക, പ്രോട്ടോഫ്ലോയും മെറ്റാഫ്ലോയും തമ്മിൽ വ്യത്യാസം എന്താണ്? നമ്മൾ അന്ന് പറഞ്ഞു തന്നെയാണ്, പ്രോട്ടോഫ്ലോയം, മെറ്റാഫ്ലോയം. ഓർക്കണം. അപ്പം നമ്മൾക്കറിയാം ഇത് രണ്ടും എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? പ്രോകാമ്പിയത്തിൽ നിന്നാണ്. അപ്പോൾ പ്രോട്ടോഫ്ലോയം എപ്പോഴായിരിക്കും ഉണ്ടാകുന്നത്? ഫസ്റ്റ്ലി ഫോംഡ് ആണ്. നമ്മളവിടെ പഠിച്ചതിനൊക്കെ തന്നെയാണ്. ഫസ്റ്റ്ലി ഫോംഡ് പ്രൈമറി ഫ്ലോയം ഫ്രം പ്രോകാമ്പിയം. അപ്പോൾ ഇതാണെങ്കിലോ ലേറ്റ്ലി ഫോംഡ് പ്രൈമറി ഫ്ലോയം ഫ്രം പ്രോകാമ്പിയം. അപ്പോൾ ആദ്യം ഇതുണ്ടാകുന്നു, രണ്ടാമതുണ്ടാകുന്നു. ഇനി അതേപോലെ പ്രോട്ടോഫ്ലോയം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സീബ് ട്യൂബാണല്ലോ, അവിടെ വെസലാണ്. പക്ഷേ ഇവിടുത്തെ സീബ് ട്യൂബ് എന്ന് വെച്ചാൽ നാരോ സീബ് ട്യൂബാണ്. നാരോ സീബ് ട്യൂബ്സ് എലിമെൻറ്റ്, നാരോ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ബിഗർ സീബ് ട്യൂബ് എലിമെൻറ്റ്സ് ആണ്. ഓർക്കണം. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് ചെറുതായിട്ട് വരയ്ക്കുക, ഇത് വലുതായിട്ട് വരയ്ക്കുക. അതാണ്. അപ്പോൾ നമ്മൾ സെക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ചെറിയ ട്യൂബാകുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ ചെറുതായിട്ട് വരയ്ക്കണം, ഇത് വലുതായിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ ഒറിജിൻ പ്രൈമറി ഫ്ലോയം, സെക്കൻഡറി ഫ്ലോയം. പ്രൈമറി ഫ്ലോയത്തെ നമ്മൾ രണ്ടാക്കുന്നു. 1 പ്രോട്ടോഫ്ലോയം, 2 മെറ്റാഫ്ലോയം. ഇത് ഓർക്കുക. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ദി ഫ്ലോയം
ഇപ്പോൾ കോംപ്ലക്സ് ടിഷ്യൂസ് എല്ലാം കഴിഞ്ഞു. ഓർക്കുക, ഇതാണ് ഫ്ലോയത്തിൻ്റെ സ്ട്രക്ചർ. ഈ പടം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫ്ലോയം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് പഠിക്കേണ്ടത് ടിഷ്യൂ സിസ്റ്റമാണ്. ക്വസ്റ്റ്യൻസ് ഞാൻ കോംപ്ലക്സ് ടിഷ്യൂസിൻ്റെ ആദ്യം ഒന്ന് വർക്കൗട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരുമ്പോൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റമാണ്. അതും ഫോക്കസ് ഏരിയയിലുള്ളത് തന്നെയാണ്. ഫോക്കസ് ഏരിയയിലെ 6.2.1 എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കുന്നത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റമാണ്. അപ്പോൾ ഓർക്കുക, നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.